ഭയങ്കര വൈബ്രന്റ് ആയിട്ട് അല്ലെങ്കിൽ പാർട്ടി വെയർ അല്ലെങ്കിൽ പുറത്ത് ചില്ലാൻ മുമ്പുള്ള ഔട്ട്ഫിറ്റ് അങ്ങനെയൊക്കെ എപ്പോഴും കാണിക്കാറ്. അപ്പോൾ ഇന്ന് കുറച്ച് മിനിമൽ ആൻഡ് ഒരു വർക്ക് സ്പേസിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഓഫീസ് ലുക്ക് അങ്ങനത്തെ ഒരു ഔട്ട്ഫിറ്റ് കാണിക്കാം കേട്ടോ. ഫസ്റ്റ് തന്നെ സ്കിൻ കെയർ മസ്റ്റ്. നിങ്ങൾ മേക്കപ്പ് ഇഷ്ടമുള്ളവരോ ഇഷ്ടമില്ലാത്തവരോ ഡസൻ മാറ്റർ. സ്കിൻ കെയർ ഭയങ്കര ഇമ്പോർട്ടന്റ്. ഞാൻ 4-5 വർഷമായിട്ട് 5-6 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഓലയുടെ ഡേ ക്രീമും മോയ്സ്ചറൈസിങ്ങും നൈറ്റ് ക്രീമും ഒക്കെയാണ്. ഇനി ഇത് മാറ്റണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ചിലപ്പോൾ ഞാനൊരു 3 മാസം കഴിഞ്ഞാൽ ഞാൻ മാറ്റും. ഓക്കെ, സോ ഫസ്റ്റ് നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് അനുയോജ്യമായിട്ടുള്ള മോയ്സ്ചറൈസിങ്. ഓക്കെ, ലെറ്റ് മീ ഫിനിഷ്. ഞാൻ കണ്ണാടി നോക്കി ചെയ്യാം കേട്ടോ. ഓക്കെ, അടുത്തത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വെയിലത്ത് ഇറങ്ങുകയാണെങ്കിലും മഴക്കാലത്താണെങ്കിൽ എപ്പോഴും സൺസ്ക്രീൻ മസ്റ്റാണ്. ഞാൻ ഒരു 2 വർഷമൊക്കെ ആയിട്ടുള്ളൂ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അത് എന്ത് വിധത്താണെന്ന് എനിക്കറിയില്ല. ആക്ച്വലി ചെറുപ്പം തൊട്ടേ ഉപയോഗിക്കണമായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ ലാക്മേഡ് ആണ് ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ എൻ്റെ എല്ലാ സ്കിൻ കെയറും ഞാൻ ഒരു 3 മാസം കഴിഞ്ഞ് അപ്ഡേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ ഇന്റർനാഷണൽ ബ്രാൻഡ്സ് അല്ലെങ്കിൽ കൊറിയൻ ബ്രാൻഡ്സ് ഒക്കെ യൂസ് ചെയ്യാൻ നല്ല റിവ്യൂ നോക്കിയിട്ട് കുറച്ച് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു 3 മാസം കൂടെ പോട്ടെ, കാരണം നാട്ടിൽ ഞാൻ കൊടുക്കുന്ന സ്കിൻ കെയർ ഉണ്ട് അതുകൊണ്ട്. ഓക്കെ, സോ ഇത് ലാക്മേഡ് ഇതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ ഒരു ടിപ്പ്, നിങ്ങൾ മോയ്സ്ചറൈസിങ് കയ്യിലെടുത്തിട്ട് ഇങ്ങനെ തേക്കുന്ന പോലെ അല്ലെങ്കിൽ അങ്ങനെ തേക്കുന്ന ആൾക്കാരാണെങ്കിൽ സൺസ്ക്രീൻ അങ്ങനെ ചെയ്യരുത്. ഒന്നില്ലെങ്കിൽ എടുത്തിട്ട് ഡോട്ട് ആയിട്ട് ജസ്റ്റ് ഒരു ലെയർ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ 3 വിരലും ആക്കിയിട്ട് ഇങ്ങനെ ചെയ്യാം കേട്ടോ. അതായത് കൈൻ്റെ മേലെ ആക്കി അത് റബ്ബ് ചെയ്യുമ്പോഴേക്കും പിന്നെ നമ്മൾ ഫേസിലിടുമ്പോഴേക്കും നമ്മൾ നന്നായി വേർക്കും. അതെന്തോ സയന്റിഫിക് എന്തോ റിയാക്ഷൻ നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, സോ എടുത്തിട്ട് ഇങ്ങനെ ഡോട്ട് ആയിട്ട് ഇടാം കേട്ടോ. പിന്നെ സൺസ്ക്രീൻ എപ്പോഴും 50+ ഉള്ളത് ഉപയോഗിക്കുക. ഓക്കെ, അതുപോലെ +++ അങ്ങനെയുള്ളത് ഉപയോഗിക്കുക കേട്ടോ. അങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കാണ്ട്. പിന്നെ എപ്പോഴും അറിയില്ല, കഴുത്തിലും മസ്റ്റാണ്. ഇതിപ്പോൾ രാത്രി കണ്ടു ഞാൻ പുറത്തിറങ്ങുന്നത്, അത് കാരണം ഞാൻ കുറച്ച് എണ്ണുള്ളൂ, അല്ലെങ്കിൽ ഞാൻ അത്യാവശ്യം ഇടും കേട്ടോ. ഒരു ലെയർ തന്നെ അത്യാവശ്യം ഞാൻ ഇടും, ഒരു ലെയർ തന്നെ. ഇതിങ്ങനെ ചെയ്താൽ മതി. ഒരു വൈറ്റ് കാസ്റ്റ് ഉണ്ട് നമ്മുടെ ലാക്മേക്ക്, പക്ഷെ അത് 2 സെക്കൻഡ് കഴിയുമ്പോഴേക്ക് അത് അങ്ങോട്ട് അബ്സോർബ് ആയിക്കോളൂ കേട്ടോ. നിങ്ങൾ മേക്കപ്പ് ചെയ്യോ ചെയ്യാതിരിക്കും, നിങ്ങളുടെ മാത്രം ഇഷ്ടമാണ്. നോക്ക്, ഇത് ഇൻസ്റ്റാഗ്രാമിന്റെ ഫിൽറ്ററിന്റെ ഒരു ലെയറാണ് ആ ലിപ്പുമ്മ കാണുന്നത് കേട്ടോ. എൻ്റെ മൊബൈലിലെ ക്യാമറ ക്ലാരിറ്റി കുറഞ്ഞു വരുന്നുണ്ട്, നമുക്ക് പുതിയൊക്കെ വാങ്ങിക്കാം സാവധാനം. അപ്പോൾ അത് കാരണം ഞാൻ ഇങ്ങനെ വെക്കുന്നത്. ഓക്കെ, സോ അപ്ലൈ ചെയ്തു. ഇനി നെക്സ്റ്റ് പാർട്ട് മേക്കപ്പ് നിങ്ങളുടെ ഇഷ്ടമാണ്, പക്ഷെ അതിൻ്റെ മുന്നേ ലിബാം മസ്റ്റാണേ. ഓക്കെ, ഞാൻ നാട്ടിൽ നിന്ന് കുറേ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് മേബലിൻ്റെ ലിബാമാണ്, ഒരു പിങ്ക് ഷെയ്ഡിലുള്ള. ഇതിപ്പോൾ ഇവിടെ കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാൻ തുടങ്ങിയിട്ടില്ല, അത് കുറച്ച് കഴിഞ്ഞിട്ട് തുടങ്ങുള്ളൂ. ഇത് ലാബെല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഒരു ബ്രാൻഡ് ഞാൻ വാങ്ങിച്ചതാണ്. ഇതൊരു പീച്ച് ഷെയ്ഡാണ് കേട്ടോ. ഇതിന് കളറൊന്നും ഇല്ല ആക്ച്വലി, ജസ്റ്റ് ഒരു പ്ലെയിൻ ബട്ട് മോയ്സ്ചറൈസിങ്. രാത്രി കെട്ട് കിടന്ന ഇതാണ് കേട്ടോ എൻ്റെ ലിപ്പിൻ്റെ ഒരു കളറ്. കാണാനില്ലല്ലേ? ഓക്കെ, നമ്മൾ ക്യാമറ ഒക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് ആക്ച്വലി കാണാം. ഇത് ട്രാൻസ്പെറൻ്റ് ആണ്, പക്ഷെ രാത്രി കെട്ട് കിടന്നാൽ നെക്സ്റ്റ് ഡേക്ക് നല്ല മോയ്സ്ചറൈസിങ് ആവുന്നുണ്ട്. സോ ലാബെല്ലോ ഈ 3 സ്റ്റെപ്പ്, മോയ്സ്ചറൈസിങ്, സൺസ്ക്രീൻ ആൻഡ് ലിപ് ബാം, ഇത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യണം കേട്ടോ. അറ്റ്ലീസ്റ്റ് ഒരു 20 വയസ്സിലേ നിങ്ങൾ തുടങ്ങണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, മിനിമം കേട്ടോ. പിന്നെ മോയ്സ്ചറൈസിങ് ഒക്കെ ചിലപ്പോൾ തുടങ്ങണം കേട്ടോ, കാരണം ബേബീസിന് നമ്മൾ മോയ്സ്ചറൈസിങ് തേക്കുന്നുണ്ടല്ലോ. ഇനിയുള്ള സ്റ്റെപ്പ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ യൂസ് ചെയ്യാം, ഇഷ്ടമല്ലെങ്കിൽ യൂസ് ചെയ്യണ്ട. പക്ഷെ എനിക്കിഷ്ടമാണ്, എനിക്ക് കുറച്ചൊരു ബ്ലഷും ഒരു കണ്ണെഴുതലൊക്കെ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ അതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ ഏത് ബ്രാൻഡെന്ന് കാണിച്ചത്. ഓക്കെ, ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ടാൽക്കം പൗഡർ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഫേസ് ഒന്ന് സെറ്റ് ചെയ്ത് ഞാൻ കാണിക്കുന്നില്ല, കാരണം ഞാനത് പേഴ്സണലി ആർക്കും റെക്കമെൻഡ് ചെയ്യാറില്ല. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ ട്രാൻസ്ലൂസൻ പൗഡറോ കോമ്പാക്ട് പൗഡറോ ഒന്നും ഇല്ല. കോമ്പാക്ട് പൗഡർ ഉണ്ട്, പക്ഷേ അതിൻ്റെ അതിൻ്റെ ഡേറ്റ് എക്സ്പയർഡ് ആയി. പിന്നെ ട്രാൻസ്ലൂസൻ ഒന്നും ഞാൻ പുതിയത് വാങ്ങിച്ചിട്ടില്ല. മേക്കപ്പ് ഒന്നും ഞാൻ ഇപ്പോൾ പുതിയ വാങ്ങിക്കുന്നില്ല, കാരണം ഞാനിപ്പോൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് അല്ല. സോ സ്കിൻ കെയർ മാത്രമാണ് നമ്മൾ ഏട്ടനെ കൊണ്ട് വാങ്ങിക്കാറുള്ളൂ. എനിക്കെന്തോ ഒരു ഗിൽറ്റി ഫീലാണ്. സോ നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകുമ്പോൾ നമുക്ക് മേക്കപ്പ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, സോ ബേസിക്സ് ഒക്കെ കഴിഞ്ഞാൽ വാങ്ങിക്കോട്ടെ, കാരണം ഞാൻ ഈ കൺമഷി, ഐലൈനർ, ഐബ്രോ ഒക്കെ ഞാൻ കഴിഞ്ഞപ്പോൾ വാങ്ങിച്ചു. ഓക്കെ, പക്ഷെ എന്നാലും കൂടുതൽ ചെയ്യുമ്പോൾ ഒരു മാനസിക ബുദ്ധിമുട്ട് എന്താണെന്നറിയില്ല. ഏട്ടൻ വീഡിയോ കണ്ട എന്നെ പാവം. ബട്ട് എനിവേ നമുക്ക് പുരികൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇത് എസെൻസിൻ്റെ ഒരു ഐബ്രോ പെൻസിൽ ലുലുന്ന് വാങ്ങിച്ചതാ. ഓക്കെ, അറിയാലോ, ജസ്റ്റ് കണ്ണാടി ഇല്ല, ഒരു മിനിറ്റ് കണ്ണാടി എടുത്തിട്ട് തരാം. ഓക്കെ, കണ്ണാടി മേലുണ്ട്, പക്ഷെ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ജാതിൻ്റെ. സോ ഞാനൊരു വാൽ കണ്ണാടി എടുത്തു. ഓക്കെ, സോ അങ്ങനെ കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ ബോർഡർ ഒന്ന് ഷേപ്പ് ഇങ്ങനെ വരയ്ക്കുക, എന്നിട്ട് ഇങ്ങനെ ബ്രഷ് അതിൻ്റെ സ്പൂളിൽ വെച്ച് ജസ്റ്റ് സെറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. കണ്ടോ, ഇങ്ങനെ ജസ്റ്റ് വരച്ചു കൊടുക്കും. എന്നിട്ട് ആക്ച്വലി ഇതാണ് എൻ്റെ ഐബ്രോ പെൻസിൽ, ഇത് ഇൻസൈറ്റിൻ്റെ ആണ്. പക്ഷെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ അതിൻ്റെ നിബില്ലേ, അത് തുറന്നപ്പോൾ കാണാനില്ല. സോ ഇങ്ങനെ വരച്ചത് നമ്മൾ സ്പൂലി വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ലെറ്റ് മീ ഷോ യു. നമ്മൾ പുരുഷ പോലെ ആവരുത് കേട്ടോ. ഓക്കെ, അടിപൊളിയല്ലേ? സെയിം ഹിയർ. ഇങ്ങനെ ഹാർഷ് ലൈനൊക്കെ കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒന്നുകൊണ്ട് മാറ്റി കേട്ടോ. എന്ത് വ്യത്യാസം? പുരുഷമായ കുറച്ച് അതിൽ പുരുഷമായ നിങ്ങൾ ചെറുതായിട്ട് പുരുഷമായ എനിക്ക് ഡൗട്ട് ഉണ്ട്, പക്ഷെ കുഴപ്പമില്ല. അടുത്തത് നിങ്ങൾ കണ്ണെഴുതാനായിട്ട് പിന്നെ കണ്ണിൽ എന്തെങ്കിലും ഇങ്ങനെ എക്സ്ട്രാസ് അഴുക്ക്
പീളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ എടുത്ത് കളയണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ കണ്ണെഴുതി കഴിഞ്ഞാൽ പരത്താൻ നിൽക്കണം. അതിന് മുന്നേ എന്തോ പറയാൻ പോയല്ലോ ഞാൻ, മറന്നു പോയ. ഓക്കെ, ഇനി നമുക്ക് കണ്ണെഴുതാം. കണ്ണ് നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ ജസ്റ്റ് ഒരു അടിയിൽ കാതിൽ എഴുതിയാൽ മതി, മേലെ വിങ് ഇടണമെങ്കിൽ അങ്ങനെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. ഞാനിപ്പോൾ ഒരു കുഞ്ഞൊരു വിങ് ഇടാമെന്ന് വിചാരിക്കുന്നു. ഇത് എസൻസിൻ്റെ ലൈനർ കേട്ടോ. ഇതൊന്നും അവിടെ നോക്കി കാണിച്ചു തരാൻ മാത്രം അത്ര ഉണ്ട് പക്വത എനിക്ക് വന്നിട്ടില്ല. അങ്ങനെ വിങ് ഇട്ട് കൊടുത്തു. ഇനി ജസ്റ്റ് ഇങ്ങനെ ഫില്ല് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇതാ ഞാൻ അങ്ങനെ ഒരു ഓക്കെ മേലെ അങ്ങനെ വരച്ചു. പിന്നെ ഉള്ളിലേക്കും പുറത്തേക്ക് ജസ്റ്റ് ഇങ്ങനെ വിങ് ഇട്ട് കൊടുത്തു. ഓക്കെ, സോ കണ്ണ് കഴിഞ്ഞു. ഐഷാഡോ ഈഷാഡോ ഒന്നും ഉണ്ടല്ലോ കേട്ടോ, ഒന്നുമില്ല. ഇനിയാണ് എൻ്റെ ഫേവറേറ്റ് ടെൻഷനാ. ഇത് എവിടെ നിന്ന് വാങ്ങിച്ചതാ കേട്ടോ. ഇതിൻ്റെ പേര് ഒന്നും ഇല്ല എന്നൊക്കെ തോന്നുന്നു. കളറൊരു അടിപൊളി കളറാണ്. അത് ഈ ഫിൽറ്റർ ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കാണുന്നത്. ആക്ച്വലി ഇതല്ല, വേറൊരു കളറാണ്. കുറച്ചിൻ്റെ എടുത്തു കേട്ടോ. ഇത് ആക്ച്വലി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. അത് എന്തുകൊണ്ട് അങ്ങനെ കാണണമെന്നൊന്നും എനിക്കറിയില്ല. ഓക്കെ, വീടാം. ഇനി ഔട്ട്ഫിറ്റ് ഇട്ടിട്ട് വരാം. ഹെയർ നിങ്ങൾക്ക് ഇതിപ്പോൾ എൻ്റെ അധികം ഉണങ്ങിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇടുന്നു. നിങ്ങൾക്ക് പോണിറ്റെയിൽ അല്ലെങ്കിൽ മെസ്സി ബൺ അല്ലെങ്കിൽ ലൂസ് ഹെയർ, എങ്ങനെ നിങ്ങളുടെ കംഫർട്ട് അതുപോലെ ഇടുക കേട്ടോ. ഓക്കെ, ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ബോഡി മോയ്സ്ചറൈസിങ് ആൻഡ് ഡിയോ അത് മസ്റ്റാണ് കേട്ടോ. അത് സ്കിൻ കെയറും പിന്നെ പേഴ്സണൽ ഹൈജീൻ്റെയും കൂടെ ഭാഗമാണ് ഡിയോഡ്രൻറ്റ്. ഓക്കെ, സോ ഞാൻ രണ്ടും നിവിയുടെ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ സ്പ്രേയും കൂടെ അപ്പൊ ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്. അതായത് വൈഡ് ലെഗ്സ് ആയിട്ടുള്ള ഒരു പാൻസ്, പിന്നെ ഒരു ക്രോപ്പ് ടോപ്പ്. ഓക്കെ, അതിന്റെ കൂടെ ഇങ്ങനെ ഒരു ജാക്കറ്റ്. ഓക്കെ, ഇതെല്ലാം മിന്ത്രത്തെയാണ്. ഇത് ജസ്റ്റ് റാൻഡം സ്റ്റോറാണ്, മിഠായി തരുമെന്ന്. ഓക്കെ, അപ്പൊ ശരി, ഈ ഒരു ഓഫീസിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.